ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് ടക്സം സ്ക്വയറിലാണ്. നമ്മളിവിടെ വന്ന് ഹോട്ടലെല്ലാം ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെളിയിലോട്ട് ഇറങ്ങി ടക്സം സ്ക്വയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇസ്താംബൂളിൽ ഉള്ള ഒരു മെയിൻ സ്ക്വയറാണിത്. ടൂറിസ്റ്റ് എല്ലാം വന്നാൽ ഏറ്റവും കൂടുതൽ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ് ഈ ടക്സം സ്ക്വയർ. എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ടക്സം സ്ക്വയറിലാണ്. നേരത്തെ നമ്മൾ വന്നിട്ട് സ്റ്റേ ചെയ്ത ഹോട്ടൽ ഈ ഒരു പാർക്കിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു പ്ലേസിലായിരുന്നു താമസിച്ചിരുന്നത്. വലിയ മാറ്റങ്ങളോ ഒന്നുമില്ല. ആ പഴയ അന്ന് കണ്ട മാതിരിയൊക്കെ ഉള്ള അതേ സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളത്. ഒരു ഈവനിങ്ങോടുകൂടി ഭയങ്കര ക്രൗഡായിരിക്കും ഇവിടെ. നമ്മൾ ഇസ്താംബൂളിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ മെട്രോയിലും അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ എടുക്കുന്ന ഒരു കാർഡാണിത്. നമുക്ക് ഇപ്പം അത് 1 പാസഞ്ചർ 2 പാസഞ്ചർ അങ്ങനെ 3 പാസഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരേ കാർഡിൽ തന്നെ ഒരേ സമയത്ത് നമ്മളിപ്പം ഒരുമിച്ച് ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ കാർഡിൽ തന്നെ അത് നമുക്ക് ഫില്ല് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ഇതുപോലത്തെ പബ്ലിക് ബസ്സുകളിലൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. വളരെ മിതമായ പ്രൈസാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ. ഇവിടെ വരുന്ന ടൂറിസ്റ്റ് എല്ലാം മൊത്തത്തിൽ നോക്കിയാൽ ഇതുപോലത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിലായിരിക്കും കൂടുതലും യാത്ര ചെയ്യുന്നത്. അതാണ് കൂടുതൽ സേഫും ഇസ്താംബൂളിൽ. തുയാപ്പിൽ നിന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടെ തന്നെയായിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ ആ ബസ് പോകുന്ന ആ റോഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് വന്നിരുന്നത്. ഇപ്പം നമ്മൾ ഇവിടുത്തെ പബ്ലിക് ബസ്സിലാണ്. ഇവിടുത്തെ ഓരോ ബ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബസ് സ്റ്റോപ്പ് മോസ്റ്റ്ലി ഇങ്ങനത്തെ ഈ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയായിരിക്കും. അതും ഒരു സ്റ്റോപ്പാണ്, കണ്ടോ? അങ്ങ് ബസ് പോയി സ്റ്റോപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ കയറിയതും അങ്ങനെ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ നിന്നാണ് ടക്സം സ്ക്വയറിൽ നിന്ന്. നമ്മളിപ്പം കയറിയത് ഒരു 10 സ്റ്റോപ്പ് അപ്പുറേ ബ്ലൂ മോസ്ക് എന്ന് പറഞ്ഞ പ്ലേസിലോട്ട് പോകാൻ വേണ്ടി ഒരു 10-15 സ്റ്റോപ്പുണ്ട് അതിന്. അങ്ങോട്ടുള്ള ഒരു ബസ്സിലാണ് കയറിയത്. 30 ഇവിടുത്തെ ലിറയായി. 30 ലിറ എന്ന് പറയുമ്പോഴത്തേക്കും 3 റിയാൽ ഒരാൾക്ക്. പക്ഷെ അതിപ്പോൾ നമ്മൾ ഒരു ടാക്സി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്മാർ 400 ലിറയൊക്കെ ചോദിക്കും. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ 500 ചോദിക്കും. അങ്ങനെ നമ്മളങ്ങനെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത ബസ്സിലോട്ട് നമ്മൾ കയറാൻ പോവാണ്. ഇതിവിടെ ഡൗൺ ടൗൺ ആണ്. ഇത് യൂസഫ് പസ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബാക്സിലാർ യൂസഫ് പസ. ആ സ്റ്റോപ്പിൽ നമ്മൾ വന്ന് ഇറങ്ങി. ഇതുവഴി ട്രാം പോകുന്നുണ്ട്. അതുകൊണ്ടല്ല ട്രാമിൻ്റെ ലൈനായി പോകുന്നത്. ഇവിടെ ട്രാഫിക് പോലീസൊക്കെ കിടപ്പുണ്ട്. അവന്മാർ എന്നാ ഫോറിനറെ കണ്ടു കഴിഞ്ഞാൽ ID ഒക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇക്കാമയൊക്കെ ചോദിക്കുന്ന പോലെ. കണ്ടോ? ID ചോദിച്ചു ഈ പയ്യനോട്. ഈ വരുന്ന അയാളോട് ചോദിച്ചിട്ടുണ്ട് ID. ട്രാമാണോ മെട്രോ ആണോന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും നമ്മളിപ്പം ഈ വരുന്ന ട്രാമയിൽ കയറും. വന്നിട്ട് ഒരു 6 സ്റ്റോപ്പ് കഴിഞ്ഞാലാണ് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം. ഇത് വന്നിട്ട് നമ്മുടെ മെട്രോയുടെ പോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്. നമ്മൾ കയറിയത് യൂസഫ് പസ എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേഷനിൽ നിന്നാണ്. നമുക്ക് ഇറങ്ങേണ്ടത് സുൽത്താൻ അഹമ്മദ്, അവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അത് പോയി ആ ട്രെയിൻ. നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത ലുക്കുള്ള ഒരു പക്ഷിയൊക്കെ ഉണ്ടോ? ഇവിടുത്തെ കാക്കയൊക്കെ ഉണ്ടോ? ഫുൾ ബ്ലാക്ക് അല്ല, ഇത് കാക്കയാണ്. എനിക്ക് പറഞ്ഞാൽ ഏതൊരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാലും ഭയങ്കര ക്രൗഡാണ് ഇവിടെ. ഇസ്താംബൂൾ ഭയങ്കര ക്രൗഡഡ് സിറ്റിയാണ്. ഓൾമോസ്റ്റ് ഈ 15 മില്യൺ ആൾക്കാരെ വളരെ തിങ്ങി പാർക്കുന്ന
ഒരു സിറ്റിയാണ്. നമുക്ക് ഫുഡ് വെക്കാൻ സ്പെഷ്യൽ സ്റ്റാൻഡൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇസ്താംബൂൾ ശരിക്കും ഞാൻ ക്യാറ്റ് സിറ്റി എന്നാണ് പറയുന്നത്. കണ്ടമാനം ക്യാറ്റുണ്ട്. ഇവിടെ ഫുഡ് വെച്ചിരുന്നുണ്ടോ. അങ്ങനെ ബ്ലൂ മോസ്കിൻ്റെ അവിടെ എത്തി. നേരത്തെ നമ്മളിവിടെ വന്നിട്ടുള്ള സ്ഥലമാണ് ബ്ലൂ മോസ്കിൻ്റെ ഈ ഭാഗങ്ങൾ. ഇതാണ് ബ്ലൂ മോസ്ക്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന സമയത്ത് ഇവിടെ എന്തോ ഒരു ചാവേർ ആക്രമണമൊക്കെ നടന്ന് കഴിഞ്ഞുള്ള സമയങ്ങളായിരുന്നു. അത് കാരണം ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ഇതൊക്കെ ആയിരുന്നു. കംപ്ലീറ്റ് യുവർ ഹാഗിയ സോഫിയ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ബോർഡ് കാണുന്നുണ്ട് ഇവിടെ. കണ്ടോ, ഹാഗിയ സോഫിയ ഹിസ്റ്ററി ആൻഡ് എക്സ്പീരിയൻസ് മ്യൂസിയം. ഓ, അങ്ങോട്ട് കയറാൻ വേണ്ടി ആൾക്കാർ നിൽക്കുക. ഹാഗിയ സോഫിയയുടെ മ്യൂസിയമാണത്. ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഉണ്ട്, യൂറോപ്യൻസ് കണ്ടവാനുണ്ട് ഇവിടെ. അങ്ങനെ ബ്ലൂ മോസ്കിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത്യാവശ്യം ക്രൗഡുണ്ട് ഇവിടെ. ഇവിടെ എന്തോ റിനോവേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതുപോലത്തെ ആ ഒരു ഗോപുരം കണ്ടു. അതുപോലത്തെ ഒരു ഗോപുരം ഇവിടെ പണിയാന്ന് തോന്നുന്നു. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ബ്ലൂ മോസ്കിൻ്റെ ഉൾവശമാണിത്. തിരക്കതിനുള്ളിൽ വിസിറ്റേഴ്സാണ് മൊത്തം. എല്ലാവരും ഇങ്ങനെ മേളിൽ നിന്ന് തൂക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, അതാ ഇതൊരു ലൈറ്റിങ് ആണ്. ഇതങ്ങ് മേളിൽ നിന്ന് അങ്ങ് റൂഫിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന ആൾക്കാരവിടെ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്. ഇത് വിസിറ്റേഴ്സിനുള്ള ഭാഗമാണെന്ന് തോന്നുന്നു. ഇത് വന്ന് കാണാൻ ആ ഭാഗത്ത് ആൾക്കാർ നിന്ന് നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്. കണ്ടോ, ഈ കൂടെ നടന്നു പോകാൻ പറ്റുന്ന ആ ഒരു വേ ഉണ്ട്. ഇതാ അവിടെ കണ്ടില്ലേ, ആ മേളിൽ കൂടി ഇങ്ങനെ ക്രോസ് ചെയ്ത് നടന്നു പോവാം. അതിൻ്റെ മേളിൽ കൂടെ തുർക്കിഷ് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നമ്മളെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കും. ആ സംഭവമുണ്ട്. ഇതാണ് ഹാഗിയ സോഫിയ എന്ന് പറയുന്ന സ്ഥലം. ഇതാ കാണുന്നത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഇതാണ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് 4-5 പ്രാവശ്യം. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതിൽ നിന്ന് നോക്കുമ്പോൾ അന്ന് കണ്ടതിനും വലിയ വ്യത്യസ്തതയൊന്നും തോന്നുന്നില്ല. അതുപോലെ സിറ്റി ബസ് ഉണ്ട് ഇവിടെ, സിറ്റി ടൂർ, ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ്. നമ്മൾ ലാസ്റ്റ് ടൈം ബുഡാപെസ്റ്റിൽ പോയപ്പോൾ എടുത്ത ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ഉണ്ട് ഇവിടെ. സോഫിയയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. എല്ലായിടവും ക്രൗഡാണ്. ഇതെന്താണ്, ആപ്പിളാണോ പീച്ചാണോ എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും എന്തോ ഒരു പഴമാണ്. ഈ ഹാഗിയ സോഫിയയുടെ തൊട്ട് അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റ് മുന്നിൽ നിൽക്കുന്ന ഒരു മരമായത്. അത് മുഴുവൻ ഫ്രൂട്ടാണ്. കണ്ടോ, ഹാഗിയ സോഫിയയിൽ നേരത്തെ വരുമ്പോഴത്തേക്കും നമുക്ക് അകത്ത് കയറാൻ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. അന്നത് ഇതായിരുന്നല്ലോ, ഒരു ക്രിസ്ത്യൻ പള്ളിയല്ലായിരുന്നു. അപ്പോൾ അതത് മുസ്ലിം പള്ളിയാക്കി മാറ്റി കഴിഞ്ഞപ്പം പ്രെയർ ടൈമിൽ മുസ്ലിങ്ങൾക്ക് ഫ്രീയും
ബാക്കി വരുന്ന ടൂറിസ്റ്റുകൾ 25 യൂറോ കൊടുത്താലേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരാൾക്ക് കയറണം 25 യൂറോ. സെയിം ബ്ലൂ മോസ്ക് പോലെ തന്നെ ഇരിക്കും സംഭവം. ഹാഗിയ സോഫിയയുടെ മുന്നേ വന്നിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മെനു നോക്കിക്കൊണ്ടിരിക്കുന്നു. വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡിഷിനും 40 റിയാൽ, 50 റിയാൽ, 60 റിയാൽ, 80 റിയാൽ, 100 റിയാൽ, ആ ഒരു റേഞ്ചിലാണ്. ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ് കുംബീർ, പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു സംഭവം. അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് നോക്കുക. ഇപ്പം ഒരു ക്രൂസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൂസ് 2 hour ക്രൂസാണ്. അപ്പോൾ ആ ക്രൂസിൽ കയറാൻ വേണ്ടിയുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയാണ് ഇവിടെ ഹാഗിയ സോഫിയയുടെ മുന്നിൽ. ഇവിടെ ആ ഒരു ഗോപുരം പണിയുന്നതേ ഉള്ളൂ. രണ്ടെണ്ണം അവർ ഫ്രണ്ടിൽ പണിതു, പുറയിൽ ഒരെണ്ണം പണിതു. ഇപ്പം എന്താ അങ്ങനത്തേത് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രൂപ്പിൻ്റെ കൂടെ ഇതാ പോവാണ്. അദ്ദേഹമാണ് നമ്മുടെ ഗൈഡ്, ആ യെല്ലോ അംബ്രല്ല വെച്ച മിസ്റ്റർ അജാസ്. തുർക്കിഷ് ഗൈഡാണ്, ഇംഗ്ലീഷ് സ്പീക്കർ. ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ആ ഒരു പള്ളിയുടെ ബാക്കാണിത്. നമ്മളിപ്പോൾ പോകുന്നത് ഇതാ ആ കാണുന്ന സീ ക്രൂസിലോട്ടാ. നല്ല രസമുള്ളൊരു ഹോട്ടല്, ഫുൾ തടി കൊണ്ട് ക്ലാഡൊക്കെ ചെയ്തൊരു. ഈ യൂറോപ്യന്മാർ കൂടുതലും വന്നിട്ട് സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഐറിഷ് പബ്ബുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നടന്നൊരു 15 മിനിറ്റ് നടന്ന് ദാണ്ട് സീ സൈഡിലെത്തി. ഇനി ഇവിടെ നിന്നായിരിക്കും നമ്മൾ ക്രോസ് ചെയ്ത് ബോട്ടിൻ്റെ അങ്ങോട്ട് പോകേണ്ടത്. ആ ബോട്ടിലായിരിക്കും നമ്മൾ പോകുന്നത്. ആ കാണുന്ന ബോട്ട് 2 hour ക്രൂസാണ്. എടുത്ത് കയറി സ്റ്റെപ്പ് നോക്കണേ. ഗ്രാൻഡ് ബോട്ട് ലൈൻ, അതാണ് നമ്മൾ പോകുന്ന ക്രൂസിൻ്റെ പേര്. ബോട്ടിൽ കയറി. അത്യാവശ്യം തണുപ്പുണ്ട്. അപ്പം ഇവിടെ നബിമാരി പുതപ്പ് തരുന്നുണ്ട് 100 ലിറയ്ക്ക് റെൻറ്റിന്. ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പ് കൂടത്തേ ഉള്ളൂ. കാരണം ഇപ്പോൾ സമയം 5 മണി അല്ല 6 മണി, ഒരു 7 മണിയായി കറക്റ്റ്. ഇപ്പം എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും 9 മണിയാകാതെ തിരിച്ചു വരത്തില്ല. അപ്പം തണുപ്പായിരിക്കും. Like to introduce you Golden Horn and Bosphorus with its beautiful shore houses, starting from the Sea of Marmara, Golden Horn, and going back to the same point. As you have seen, the city of Istanbul was flanked by 3 sides by 3 seas. Its historical center is in the shape of the peninsula, so it is called the historical peninsula. 16. It's a mosque with 6 minarets, based on 4 marble blocks of the column, decorated with more than 20,000 pieces of the blue tiles, and with most beautiful calligraphic examples of Ottomans. This mosque used to be built with 6 minarets, located opposite of the masterpiece of Byzantine or Eastern Roman Empire, Hagia Sophia, probably to show the level of architecture that reached the Ottomans after Hagia Sophia.
ആക്സെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എത്ര ഫ്ലോറാണ് അത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഫ്ലോറുള്ള ക്രൂസ് ലൈൻ. നമ്മളതിൻ്റെ ഒരു 10 മീറ്ററിന് ഇപ്പറേ കൂടെ ബോട്ടെ പോകുന്നത്. വലുതാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലുതല്ല, എന്നാലും ഓക്കെ. ക്രൂസ് ലൈനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ 10 ഇരട്ടി വലുപ്പമുള്ള ക്രൂസ് ലൈൻസ് ഉണ്ട്. ഏതാണ്ട് 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളിപ്പം തിരിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ എവിടെയാണോ നമ്മൾ കയറിയത് ആ സെയിം ഡോക്കിൽ തന്നെ നമ്മൾ തിരിച്ചവരിപ്പം കൊണ്ടുവന്ന് ഇറക്കാൻ പോവുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ ഈവനിങ് ആയി. ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് കൂടിയാൽ നേരെ ഇരുട്ടും. നമ്മുടെ സൈഡിൽ കൂടെ ഒരു ജപ്പനീസിൻ്റെ ഒരു കാർഗോ ഷിപ്പ് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ഇവിടോട്ട് ഇറങ്ങുക. ബോട്ട് യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടുന്ന് 1 കിലോമീറ്ററോളം നടക്കുവാണ് ബസ് സ്റ്റേഷന് വേണ്ടി. ഈ സീ സൈഡിൽ, ഇതാണ് സീ സൈഡ്. നമ്മളിപ്പോൾ ഹോട്ടലിലോട്ട് പോവാണ്. ഒരു ഊബർ എടുത്ത് നേരെ ഇപ്പം ഹോട്ടലിൽ പോകുന്നു. ഡിന്നറൊക്കെ കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ടക്സം സ്ക്വയറിൽ നമ്മൾ 2ാമത്തെ ദിവസമാണ്. നമ്മുടെ ഫ്ലൈറ്റ് നാളെ രാത്രിയിൽ 9 മണിക്കാണ്. അപ്പം ഇവിടെ ഡൗൺ ടൗണിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പോകാനും വരാനും ഒക്കെ ഉള്ള ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഈസി ആയതുകൊണ്ടാണ് ഇവിടെ ഹോട്ടലെടുത്തത്. മോസ്റ്റ് ഓഫ് ദ ടൂറിസ്റ്റുകൾ വരുന്നത് ഈ ഭാഗത്താണ്, ഇസ്താംബൂളിൽ വരുന്നവർ. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ സ്റ്റേ ചെയ്തത് ഇതിന് ഓപ്പോസിറ്റ് ഒരു ഹോട്ടലിലായിരുന്നു. കാലാവസ്ഥ ഒരു 15-16 ഡിഗ്രി, നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പാണ്. ഏതാണ്ട് യൂറോപ്പിലെ അതേ ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ. എല്ലാ സിറ്റികളെ പോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് എത്തിയില്ലെന്നുണ്ടെങ്കിൽ കബളിക്കപ്പെടാം എല്ലാ ഭാഗങ്ങളിലും. കാര്യം വെച്ചാൽ ടൂറിസ്റ്റ് അതിനെ എങ്ങനെ അവർക്ക് കബളിപ്പിക്കാമെന്നുള്ളതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത കുറേ പേര് എപ്പോഴും എല്ലാ രാജ്യങ്ങളിലും ഉള്ള പോലെ തന്നെ ഇവിടെയും വളരെ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ പോയാലും ആദ്യം അതിനെപ്പറ്റി കാര്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് വേണം പോകാൻ. ഒരു സാധനം പർച്ചേസ് ചെയ്യുകയാണേലും അല്ലാതെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കുകയാണേലും ടാക്സി കയറുകയാണേലും എല്ലാം നമ്മൾ വളരെ കറക്റ്റായിട്ട് നോക്കി പഠിച്ചതിന് ശേഷം മാത്രം അത് കൺഫേം ചെയ്യുക. അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ടക്സം സ്ക്വയറിൻ്റെ 360 വ്യൂ. ഇവിടെ മുഴുവൻ ഈ ഒരു ഗ്രില്ലിട്ടിട്ട് അടച്ചിരിക്കുക കംപ്ലീറ്റ്. പോലീസുകാർ ഇതെല്ലാം ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നെനിക്ക് തോന്നുന്ന ശനി ആയതുകൊണ്ട് ശനി ഞായറും ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. നിയന്ത്രിക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ് ഇവിടെ ഈ ടക്സം സ്ക്വയറിൽ. ഇവിടുത്തെ ലോക്കൽസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഏരിയ. അപ്പം അതുകൊണ്ട് ഇവിടെ എല്ലാവരും ഇപ്പം ബ്ലോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഉൾഭാഗം കണ്ടോ കടകളൊക്കെ ഉള്ളത്, അതൊക്കെ വന്നിട്ട് അടയ്ക്കാൻ വേണ്ടി പോലീസുകാർ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന രാവിലെ. നമ്മളിവിടെ ഒരു കോഫി ഷോപ്പിൽ ഇപ്പം കോഫി കുടിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ 1 കിലോമീറ്റർ നടക്കേണ്ടി വന്നു മെയിൻ സ്ട്രീറ്റിലോട്ട് ഇറങ്ങാൻ. കാര്യം ബാക്കി ഭാഗം എല്ലാം ഇവർ ഇതുപോലത്തെ ആ ഗേറ്റ് ഇട്ട് അടച്ചിരിക്കുക. ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുക അവർ. ഇതാണ് ടക്സിം ബസ് സ്റ്റാൻഡ്. ടക്സിം ആ പോയ ട്രാം. ടക്സം സ്ക്വയറിലെ ഒരു ഫേമസ് സ്വീറ്റ് ഷോപ്പാണ് ഹഫീസ് മുസ്തഫ. ഞാൻ നേരത്തെ വന്ന് അവിടുന്ന് സ്വീറ്റ് വാങ്ങിയിട്ടുള്ള ആ കട. സോഫിറ്റൽ ഹോട്ടലിൽ തൊട്ടടുത്തുണ്ട്. കൺജസ്റ്റഡ് ഏരിയ ആണ് ഇതൊക്കെ. ഭയങ്കര ക്രൗഡും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മുടെ എക്സാക്ട്ലി പറഞ്ഞാൽ റിയാദിലെ ബെത്തയുടെ ഒരു കുറേ കൂടെ അപ്ഗ്രേഡഡ് വേർഷൻ എന്ന് വേണേൽ പറയാം. അതുപോലൊരു സ്ഥലമാണ്. ബെത്തേക്കാളും കുറേ കൂടെ ക്ലീനും ഓർഗനൈസ്ഡും ആണെന്നല്ലാതെ ബെത്ത തന്നെയാണ് ഇത്. അതേപോലെ ഒരു സംഭവമാണിത്.
ആസ് യൂഷ്വൽ നമ്മൾ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും ചൈനീസുകാർ ഒത്തിരി ടൂറിസ്റ്റായിട്ടുണ്ട്. ചൈനീസ് ടൂറിസ്റ്റ് ഇവിടെ ഒത്തിരി ഭാഗങ്ങളിൽ ചൈനീസിനെ കണ്ടിരുന്നു. ഇതിനകത്തോട്ടാണ് കയറാൻ പോകുന്നത്. മുസ്ലിം സ്ക്വയറിൽ നിന്ന് ആ ചെറിയ ട്രാമിൽ കയറി പോകുന്നത് ഗലാറ്റ ടവറിൻ്റെ അങ്ങോട്ടാണ്. ഇവിടുന്ന് ഒരു 4 സ്റ്റോപ്പാണെന്നാണ് പറഞ്ഞത്. എന്താ ഈ ഒരു ഐസ്ക്രീമിൻ്റെ സംഭവമായിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. ഒരു സ്കൂപ്പിന് 30 റിയാൽ അവന്മാർ ചാർജ് ചെയ്യുന്ന തലവെട്ട് വിലയാണ്. വഴികളാണ് മൊത്തം ഇതിനകത്തുള്ളത്. ചെറിയ ചെറിയ ഊടുവഴികളാകത്തുണ്ട്. അതും കയറ്റവും ഭയങ്കര കുന്നും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ പോകുന്ന ലാൻഡിൻ്റെ. ചെറിയ ചെറിയ ഇട റോഡുകൾ. രാത്രിയിൽ ഇതുവഴിയൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര രസമാണ്. പോക്കറ്റടി എപ്പോഴും സൂക്ഷിക്കണം. ഇവിടെ തിരക്കുള്ള ഏരിയ ആയതുകൊണ്ട്. റിയാൽ മാറുവാണെങ്കിൽ 1 റിയാൽ 10 രൂപ 15 ലിറ അങ്ങനെയാണ് കിട്ടുക. ചിലയിടത്ത് 9.5. നമ്മൾ കാർഡ് കൊടുത്ത് പേ ആണ് 10, 15 അങ്ങനത്തെ ഒരു വിനിമയ നിരക്കാണ്. വന്നത് ഈ ഒരു ട്രാമിലാണ്, ചെറിയൊരു ട്രാം. ബൈക്കിരിക്കുന്നു ഇവിടെ. ഹോണ്ടയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കടകളും ഗിഫ്റ്റ് ഷോപ്പുകളുമാണ് കൂടുതലുമായിട്ടുള്ളത്. രസത്തിലാണ് എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുക. ഒരു പൊമോഗ്രാനറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ 20 റിയാലൊക്കെ ഈ സ്ട്രീറ്റിൽ. അപ്പോൾ ആലോചിച്ച് നോക്ക്, എക്സ്പെൻസീവ് ആണ് ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ സാധാരണയിലും ഡബിൾ വിലയായി. ലോക്കൽ ഷോപ്പുകളിലാണ് ഈ വില. റെസ്റ്റോറൻറ്റിലോട്ടൊക്കെ ചെന്ന് ഇതിൻ്റെ ഡബിൾ വില കൊടുക്കേണ്ടി വരും. ഇതാണ് ഈ ഗലാറ്റ ടവർ എന്ന് പറയുന്ന സംഭവം. ഈ കാണുന്നത് നല്ല രസമുണ്ട് ഇത് കാണാൻ. നമ്മളുടെ ഈ ഒരു ഡിസൈൻ ഇതിനെ അലങ്കരിച്ചിട്ടിരിക്കുന്നത്. സാധാരണ ഒരു സ്ട്രീറ്റാണിത്. അവിടെ ഒരു റെസ്റ്റോറൻ്റ് ആക്കിയിരിക്കുക. ഇതുപോലെ നല്ല രസത്തിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് മനോഹരമാക്കിയിട്ടാണ് ഇവർ ടൂറിസ്റ്റുകളെ മുഴുവൻ അട്രാക്റ്റ് ചെയ്യുന്നത്. മോസ്റ്റ്ലി യൂറോപ്യൻസാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവർക്കിത് വളരെ ചീപ്പായിരിക്കും. കാര്യം 1 യൂറോ എന്ന് പറയുന്നത് 43 ലിറയാണ്. അവരുടെ മെയിൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഇസ്താംബുൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലും ആൾക്കാർ ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഉണ്ടായ ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ഉണ്ട്. ആൾക്കാരിപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത പോലെയാണ് ഇപ്പോൾ ന്യൂസൊക്കെ കേൾക്കുന്നത്. ഞാനൊരു ബിസിനസ് ട്രിപ്പ് ആയതുകൊണ്ട് അതും 2-3 മാസം മുമ്പ് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് ഇരുന്നുകൊണ്ട് വന്നതാണ്. അല്ലെങ്കിൽ ഞാനും വരില്ലായിരുന്നു. ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ടോ? ഇത്രയും തിരക്കിനിടയിൽ ഒരു ബഹളമില്ല, പുള്ളിക്കാരി ഇരിക്കുക. നമ്മളങ്ങനെ
ഈ ഒരു ടവർ കാണാനാണ് ഇങ്ങോട്ട് ടക്സം സ്ക്വയറിൽ നിന്ന് വന്നത്. കുത്തനെ ഇറക്കമാണ്. കുത്തനെ ഇറക്കമാണ്. തിരിച്ചിങ്ങോട്ട് കയറി പോവാന്നുള്ളതാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടാസ്ക്. വണ്ടികൾ വരുന്നുണ്ട്. വളരെ കൺജസ്റ്റഡായ റോഡുകളാണ്. ഇത് കാണാനാണ് കുറേ ആൾക്കാർ ഇവിടെ വരുന്നത്. ഇതാണ് ഗലാറ്റ ടവർ. ഈ ഗലാറ്റ ടവറിൻ്റെ മുകളിൽ കയറാൻ ഇതാണ് ടിക്കറ്റ് ഫെയർ. ഒരാൾക്ക് 30 യൂറോ. ഇതെല്ലാം അത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാ ക്യൂ. ഇത് കൊള്ളാം. ഗലാറ്റ ടവർ വന്നിട്ട് ഒരു വാച്ച് ടവറായിട്ട് ബിൽഡപ്പ് ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ ഇത് ഒരു മ്യൂസിയമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ചുറ്റിനുള്ള ഈ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതെല്ലാം മോസ്റ്റ്ലി. പിന്നെ അത് ഹോട്ടൽസും ഉണ്ട്. അതൊരു ടൂറിസ്റ്റിക് സ്പോട്ട് ആയതുകൊണ്ട്. അതുപോലെ ഇത് സിൽക്ക് റോഡ് മോണുമെൻ്റ് ആണ് ഈ കാണുന്നത്. ഇതാ ഈ കാണുന്ന ഒരു സംഭവം. ഇവിടെ വന്നു കഴിഞ്ഞാൽ തുർക്കിയിലെത്തി കഴിഞ്ഞാൽ ഇത് മിക്കവാറും എല്ലാ ടൂറിസ്റ്റിക് സ്പോട്ടിലും കാണും. ഇതുപോലെ ഈ ഹാസിൽനട്ട് ഇങ്ങനെ വറുത്ത് കൊടുക്കുന്ന സംഭവം. നല്ല എക്സസൈസ്. ഇതുവഴി നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല എക്സസൈസാണ്. കാരണം കുത്തനെ ഇറക്കവും കുത്തനെ കയറ്റവും. നമ്മൾ നാളെയാണ് തിരികെ സൗദി അറേബ്യയ്ക്ക് പോകുന്നത്. ഇനി നമുക്ക് മറ്റ് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.